എന്തോ ഇത് ഞാൻ എന്താ ഇപ്പൊ ചെയ്തത്? നീരാളി നീരാളി എന്ന് പറഞ്ഞ് കണ്ടോളുകള്. ഇത്രയൊക്കെ നീരാളി അടുത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല. കൂന്തലൊക്കെ ഇനി നാട് കിട്ടോളാൻ പറയൂട്ടോ, അത്രയും ടേസ്റ്റ്. നമ്മുടെ തേങ്ങാക്കൊത്തും എല്ലാം കൂടെ എടുത്ത് വെച്ചു. ഇതൊന്നും എടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്, ഒരു രക്ഷയില്ല. എത്ര തിന്നാലും മതിയാവില്ല കേട്ടോ, ഉറപ്പാണേ. പക്ഷെ മുതലാവില്ല എന്നുള്ള വേറെ കാര്യം. നമ്മൾ മലേഷ്യ പോയ വീഡിയോസ് ഇതാ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, നല്ല പൊളിച്ചടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്തൊരു വീഡിയോയിൽ ഞാൻ നീരാലീൻ്റെ ബാർബിക്യൂ തിന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞാൻ പറയുന്നുണ്ട്, എൻ്റെ മോള് സിതാര, അവിടെ ലക്ഷദ്വീപിൽ പോയിട്ട് ഇത് കിട്ടാതെ ഒത്തിരി വിഷമിച്ചു, അപ്പോൾ അവൾക്ക് വേണ്ടി ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ചെയ്തു. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹവും കരുതലും സത്യത്തിൽ എത്ര വലുതാണെന്ന് ഒന്നും കൂടെ എനിക്ക് മനസ്സിലാവുകയാണ്. മലേഷ്യയുടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കിയത് എറൗണ്ട്സിലെ സമതും സൈനോരയാണ്. നമ്മളിനി അടുത്ത ട്രിപ്പ് നിങ്ങളോട് കൂടെ നമ്മൾ പോകാൻ പോകുന്നത് അവരോടൊപ്പമാണ്. അപ്പോൾ ഈ വീഡിയോ സ്വാഭാവികമായിട്ട് അവർ കണ്ടപ്പം അവർ പിന്നെ നെക്സ്റ്റ് പോയത് മാലിയിലേക്കാണ്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ അതാണ് കേട്ടോ, ഇപ്പോഴേ പറഞ്ഞു വെക്കാണ്. അവിടെ പോയപ്പോൾ നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്ന ഇവരുടെ ഫ്രണ്ടും 30 വർഷമായിട്ട് അവിടെ കച്ചവടം നടത്തുന്ന മാലിക്ക എന്ന് വിളിക്കുന്ന റഫീഖ് ബായ്, അസ്ലാം വലൈക്കും, അദ്ദേഹം ഈ വീഡിയോ കണ്ടിട്ട് ആള് അവിടുന്ന് ഒരു പെട്ടി നിറച്ച് മീനും വലിയൊരു നീരാളിനെയും കൊടുത്തുവിട്ട്. നമ്മൾ ചിത്രങ്ങളിലൊക്കെ കണ്ടതല്ലാതെ നേരിട്ട് ആ സാധനത്തിന് അതേ കാണുന്നത്. തീർച്ചയായിട്ടും ഇന്ന് എന്നെ സ്നേഹിക്കുന്ന, നമ്മുടെ ചാനലിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, നന്നാക്കി വന്നപ്പോൾ പകുതി നീരാളി ഏകദേശം 800 ഗ്രാം കിട്ടിട്ടോ. ഇങ്ങനെ കാണുമ്പോൾ എന്തോ പോലെ തോന്നുവാണെങ്കിലും കഴിച്ചപ്പോൾ നല്ല കിടിലനായിരുന്നു കേട്ടോ. തൊലിതാ ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് ഉരിച്ച് കളയണം. എന്നിട്ട് നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും, ഗരം മസാല 1/4 ടേബിൾ സ്പൂണും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണും ഇട്ട് നന്നായി തിരുമ്മി പിടിപ്പിച്ച് അല്പം വെള്ളം മാത്രം ഒഴിച്ച് 1 നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ച് കുക്കറിൽ ഒരു 4-5 വിസിലടുപ്പിക്കാം. നമ്മുടെ മൺചട്ടി ഐശ്വര്യമായിട്ട് അങ്ങ് അടുപ്പിലേക്ക് വെച്ച് 1.5 ടേബിൾ സ്പൂൺ ശുദ്ധമായ നമ്മുടെ ആട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 കപ്പ് തേങ്ങാക്കോത്ത് ഇങ്ങ് വറുത്ത് കോരി മാറ്റിയെടുക്കാം. അതേ എണ്ണയിലേക്ക് തന്നെ 1/2 കപ്പ് കുഞ്ഞായി അരിഞ്ഞ സബോളയും 3 പച്ചമുളകും കറിവേപ്പില ഇട്ട് വഴറ്റി നന്നായി മൂത്ത് വരുമ്പം 2 തക്കാളി കുഞ്ഞായി അരിഞ്ഞും ചേർത്ത് വഴറ്റാം. അവസാനം മല്ലിയില ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ മൂപ്പിക്കാം. അതിനുശേഷം നമ്മുടെ വെന്ത നീരാളിയും ചാറും എല്ലാം കൂടെ ഇതിലേക്ക് ഒഴിക്കാം. ഇത് നന്നായി തിളപ്പിച്ച് കുറുക്കി കഴിയുമ്പോൾ തേങ്ങാക്കൊത്തു ഇട്ട് ഇറക്കാം. നീരാളിക്കറി അല്ലെങ്കിൽ റോസ്റ്റ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മാത്രം മതി. ഇത്രയും പെരുത്ത നീരാളിനെ ഞങ്ങൾ 2ആയിട്ട് പകുത്തു. തലയും ബാക്കി ഭാഗങ്ങളും നമ്മൾ ഹംസയ്ക്ക് കൊടുത്തിട്ട് അതിന്റെ പകുതി ഭാഗം ഇട്ടു. അത്രയും ഇട്ടിട്ടും ആകെ കിട്ടിയത് ഇത്രയാണ് കേട്ടോ. വെറുതെ അല്ലെങ്കിൽ നീരാളിക്ക് ഇത്ര വില വാങ്ങുന്നതെന്ന് മനസ്സിലായി. എന്താണെങ്കിലും ഇന്ന് പാചകം ചെയ്തത് കംപ്ലീറ്റ് നമ്മുടെ ഗീതേച്ചിയും ആണ്. കാരണം എനിക്ക് തീരെ വയ്യ. അതുകൊണ്ട് ഞാനിത് ഉണ്ടാക്കണതും കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. സാധാരണ ഉണ്ടാക്കുന്നത് കണ്ടാൽ എനിക്ക് അങ്ങ് കൊതി വരും. ഇപ്പൊ ഇങ്ങനെ കണ്ടിട്ട് വിശപ്പ് ആക്കണമെന്നൊക്കെ കൂടിയിട്ടുണ്ട്. ഇത് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ തനി നാടൻ ശൈലിയിൽ നീരാളി റോസ്റ്റാണ്. അപ്പൊ ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഐശ്വര്യമായിട്ട് കൂന്തലൊക്കെ ഇനി നാട് കിട്ടോളാൻ പറയൂട്ടോ, അത്രയും ടേസ്റ്റ്. അമ്മ, എനിക്ക് ഇതിനോട് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന ഒറ്റ ഐറ്റം ഉള്ളൂ, അടിപൊളി. നമ്മൾ പിണറായിന്ന് പിടിച്ച് ജീവനോടെ പിടിച്ച് കഴിച്ച മുരു ഉണ്ടല്ലോ, അതും ഇതും ഒരേ ലെവലിൽ നിൽക്കുന്നു, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ തേങ്ങാക്കൊത്തും എല്ലാം കൂടെ എടുത്ത് വെച്ചു. അതായത് ഇതൊന്നും എടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്, ഒരു രക്ഷയില്ല. എത്ര തിന്നാലും മതിയാവില്ല കേട്ടോ, ഉറപ്പാണേ. പക്ഷെ മുതലാവില്ല എന്നുള്ള വേറെ കാര്യം. നമ്മുടെ നാട്ടില് ഇത്രയും വലിയ നീരാളി കിട്ടുമോ? കിട്ടുന്നുണ്ടെങ്കിൽ എവിടെ കിട്ടുന്ന ഒന്ന് കമന്റ് ചെയ്യണം. ഇവിടെ നമ്മൾ പോയി പിടിച്ച് കഴിച്ചിരിക്കും, വേറെ ലെവല്. ഉറപ്പായിട്ടും ഇതുപോലെയുള്ള കിടിലൻ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകള് ആയിട്ട് ഇനിയും വരുന്നവരെ നിങ്ങളുടെ സ്വന്തം അന്നമ്മ. അയ്യോ, ഒരു കാര്യം കൂടെ മറന്നുപോയി. നമ്മുടെ പുതിയ ചാനല് എറൗണ്ട്സ്, ലോകം മൊത്തം നമുക്ക് ചുറ്റിക്കറങ്ങണ്ടേ. ഇതിന്റെ കൂടെ അതൊന്ന് പോയിട്ട് ഒന്ന് ഫോളോ ചെയ്തേക്കണം. കിടിലൻ എന്തൊക്കെ വരുന്നുണ്ട്, ഗീവ് അവേസ് വരുന്നുണ്ട്. ഏപ്രിൽ ഇതേ നമ്മുടെ കൂടെ പോകാൻ എല്ലാവരും റെഡി ആയിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ബൈ.